കുട്ടി ജോസിക്കുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടി. ദൈവമേ, ഇതെവിടെ എത്തിയ? അവളാകെ മാറി. വേണ്ടടാ, ഫൈസിംഗ് കേസ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. വേണ്ടടാ, ഫൈസിംഗ് കേസ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ചേട്ടാ, കാല് പിടിക്കും, എന്നൊന്ന് വെറുതെ വിട് പ്ലീസ്. ഓ അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? വാരി ഇവിടെ. മണം പിടിച്ച് പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ അമ്മട്ടി മോനെ. മോളുടെ കാര്യം കുഞ്ഞുട്ടേട്ടനെ ഏറ്റു. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എന്റെ മോനെ, അയാൾ ആ സെറ്റ് അഴിച്ച് കാസറ്റ് ഇവിടെ കൊണ്ടു തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവമേ, അയാളെ കാസ്റ്റായിട്ട് ഇപ്പഴെങ്കിലും വരല്ലേ? ഇനിയൊന്നും ചെയ്യരുത്. അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലുണ്ടായിരുന്നു. നിന്നെ ഇനി അവിടെ കാണരുത് റാം. ഓക്കെ ഓക്കെ, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല ഡെയിംസ്. എടി, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്റെ യൂണിഫോം എല്ലാം കീറി. എന്റെ സ്വാഭാവികം. ഡെയിംസേ, മറ്റുള്ളവരുടെ യൂണിഫോം എല്ലാം കീറിയല്ലോ, ചൂട് പിടിച്ച. നിന്റെ മാത്രം എന്താ കീറാത്തെ? എങ്ങനെ എങ്ങനെ എങ്ങനെ? അതിന് എന്റെ യൂണിഫോം കുട്ടക്കല്ലേ, പിന്നെ എങ്ങനെ കയറാനാ? എസ്കുമാസ്, മഫത്ലാൽ പോലുള്ള ബ്രാൻഡഡ് അടിപൊളി. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. കാണാം, വരട്ടെ. ബൈ.